ഹായ് ആൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സൈക്കോസ്റ്റാർ. അപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ അടുക്കാറായി. 10-20 ദിവസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിവിടെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ ലൈവ് പ്ലസ് റിവിഷൻ എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി വിശദീകരിച്ചിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് റെക്കോർഡഡ് ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് എന്നോ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. എന്നാലും ലൈവായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റാർട്ടിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബറിലൊക്കെ കുറച്ച് ഏരിയാസ് ഒക്കെ നമ്മൾ എടുത്തു. പക്ഷെ അന്നൊന്നും ആർക്കും മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. 4-5 പേര് ലൈവിൽ കയറി. എനിക്ക് അറിയാം എക്സാം ആവാൻ നേരത്താണ് റിക്വസ്റ്റ് മോട്ടിവേഷനും ഒക്കെ നിങ്ങൾക്ക് വരാന്നുള്ളത്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എൻഡോസ് ടു ഔട്ട്സ്റ്റാൻഡിങ് എന്നാണല്ലോ നമ്മുടെ കോഴ്സിന്റെ പേര്. അതെ, ഔട്ട്സ്റ്റാൻഡിങ് മാർക്കിലേക്ക് എങ്ങനെ പാസ് ആവാം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ലൈവും റെക്കോർഡിങ്സും ഒക്കെ ആയിട്ട്. കുറച്ച് ഫ്രീ ക്ലാസ്സസ് ആണ്. റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. റെഗുലർ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ആണ് ഇത്. ക്ലിനിക്കൽ, നിങ്ങൾ ക്ലിനിക്കലാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ടാണ്. 4 സബ്ജക്റ്റിന്റെ നോട്ട്സും കംപ്ലീറ്റ് നോട്ട്സും ഒക്കെ ഉണ്ടാക്കി പ്രിന്റഡ് വേണ്ടവർക്ക് ഓൾറെഡി ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ് അല്ലെ. നമ്മൾ പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സണാലിറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ്. എന്താണ് സെൽഫ് എന്നത്? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ധാരണയ്ക്കാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ പറയും, ഒത്തിരി പഠിപ്പിക്കാൻ കഴിവുള്ള, വളരെ എന്താ പറയാ, ദേഷ്യം വളരെ കുറവാണ്. നോക്കുകയാണെങ്കിൽ വളരെ ദേഷ്യം കുറവുള്ള, വന്നാൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന, എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള കേട്ടോ, എക്സ്പ്രസ് ചെയ്യുന്ന, അത്യാവശ്യം ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സെൽഫ് കോൺസെപ്റ്റ്. ഓക്കെ, സെൽഫ് എസ്റ്റീം കഴിഞ്ഞു. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എന്താ പറയാ നടന്ന ഞാൻ കണ്ടോ. ഇതാണ് എനിക്ക് എന്നെ പറ്റിയുള്ള. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടൊക്കെ ധാരണ ഉണ്ടാവില്ലേ? അതിനെയാണ് കോൺസെപ്റ്റ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത്. സെൽഫ് കോൺസെപ്റ്റ് ഇസ് ദ ഇമേജ് വി ഹാവ് ഓഫ് അവർ സെൽഫ്. നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഇമേജിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. It is influenced by many forces, including our interaction with important people in our life. ഒരുപാട് കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലൊരു പ്രധാന ഘടകം മറ്റുള്ളവരിൽ നിന്നും ഉള്ള എന്താ പറയുക, ഇന്ററാക്ഷൻ വഴിയാണ് നമ്മളെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ കമ്പയർ ചെയ്യരുത്. പൊട്ട, മടയ, മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് അന്നെ ഒന്നിനും കൊള്ളൂല, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കുട്ടികളെ. അതാണ് ഇന്ററാക്ഷൻ വിത്ത് ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിനെ അത് ഭയങ്കരമായിട്ടും ബാധിക്കും. Self-concept is how we perceive our behavior, abilities, and unique characteristics. For example, beliefs such as I am a good friend or I am a kind person are a part of overall self-concept. കണ്ടോ, നമ്മൾ നമ്മുടെ ബിഹേവിയറിനെയും എബിലിറ്റിനെയും യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പെർസീവ് ചെയ്യുന്നു, അതാണ് സെൽഫ് കോൺസെപ്റ്റ് അല്ലെ. ഐ എം എ ഗുഡ് ഫ്രണ്ട്, ഐ എം എ കൈൻഡ് പേഴ്സൺ, ഐ എം എ ഗുഡ് ടീച്ചർ, ഐ എം എ ഗുഡ് സൈക്കോളജിസ്റ്റ്, ഐ എം ബാഡ് ഇൻ എന്താ പറയാ അസർട്ടീവ്നെസ് അല്ലെ. നമ്മളെ പറ്റി തന്നെ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ ബിഹേവിയറിനെയും അബിലിറ്റിനെയും യുണീക് ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് നമ്മളുള്ള ധാരണ അല്ലെങ്കിൽ പെർസെപ്ഷനെയാണ് സെൽഫ് കോൺസെപ്റ്റ്. ഒരുപാട് വഴിയിലാട്ടോ ഈ സെൽഫ് കോൺസെപ്റ്റ് രൂപപ്പെടുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? നമുക്ക് മറ്റൊരാളുമായിട്ടുള്ള ഇന്ററാക്ഷൻ. അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പറ്റിയിട്ടുള്ള സെൽഫ് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? ദ കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഓക്കെ ആണോ? ആ ഇൻട്രഡക്ഷൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. അതർ എക്സാമ്പിൾസ് ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ഇൻക്ലൂഡ്. ബാക്കി സെൽഫ് കോൺസെപ്റ്റിലെ അതർ എക്സാമ്പിൾസ് ആണ്. How you view your personality traits, such as whether you are extrovert or introvert. അല്ലെ, നമ്മുടെ പേഴ്സണാലിറ്റി ട്രാക്ക് നമ്മൾ എങ്ങനെ കാണും? ഞാൻ പറയും ഐ എം എക്സ്ട്രോവേർട്ട്. I'm a completely an extrovert person. How you see your roles in life, such as whether you feel that being a parent, sibling, friend, and a partner are important parts of your identity. ഞാൻ എന്നെ നോക്കി കാണാൻ പറയുമ്പോൾ I'm a good parent, I'm a good mother. I don't have siblings. അപ്പൊ എനിക്ക് സിബ്ലിങ്സ് എന്നതല്ല. I'm an average friend, a good connected friend.
അതായത് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഫ്രണ്ട് ഒന്നുമല്ല ഞാൻ ആർക്കും. അതുപോലെ തന്നെ പാർട്ട്ണർ, ഐ എം എ ഗുഡ് പാർട്ട്ണർ, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ പറ്റി വിലയിരുത്തുന്നുണ്ട് അല്ലേ. The hobbies or passion that are important to your sense of identity, such as being a sports enthusiast or belonging to a certain political party. എന്റെ പാഷൻ അറിയാലോ, I'm a psychologist and I'm a psychology enthusiast. I love psychology. കണ്ടോ, ഇതൊക്കെ എനിക്ക് എന്നെ പറ്റിയുള്ള സെൽഫ് കോൺസെപ്റ്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്, നമ്മുടെ ലൈഫിലുള്ള റോൾസ്, നമ്മുടെ പാഷന്, how you feel about your interaction with the world, such as whether you feel that you are contributing to society. സൊസൈറ്റിക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ സൈക്കോളജിക്കൽ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്റെ കോൺട്രിബ്യൂഷൻ എക്സാം ആയാലും ഞാൻ എന്റെ പിള്ളേരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അഫ എന്നെ ഞാൻ വിലയിരുത്തി. ഞാൻ സെൽഫ് കോൺസെപ്റ്റ്. Our self-perception is important because it affects our motivation, attitudes and behavior. കണ്ടോ, നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ മോട്ടിവേഷനെയും ആറ്റിറ്റ്യൂഡിനെയും ബിഹേവിയറിനെയും ഒക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പൊ എന്റെ സെൽഫ് കോൺസെപ്റ്റിൽ ഞാൻ പൊട്ടത്തെയാണ്, മടയത്തെയാണ്, നമ്മൾ പഠിക്കാൻ കൊള്ളൂല എന്നാണെങ്കിൽ ഞാൻ ഒരിക്കലും എക്സാമിന് മോട്ടിവേറ്റഡ് ആവില്ല. അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എനിക്ക് സെൽഫ് കോൺസെപ്റ്റിൽ വളരെ മോശമാണെങ്കിൽ ഞാൻ ആ രീതിക്കേക്ക് പെരുമാറില്ല അല്ലെ. എനിക്ക് ഒട്ടും സെൽഫ് കോൺസെപ്റ്റ് ഇല്ല. ഇപ്പൊ എനിക്ക് എന്റെ ഇമേജ്, എന്റെ മുഖം അല്ലെങ്കിൽ എന്റെ രൂപത്തിനോട് എനിക്ക് ഒട്ടും സെൽഫ് കോൺസെപ്റ്റ് ഇല്ല, ഞാൻ പരിപാടിക്കൊന്നും പോകില്ല. എന്റെ ബിഹേവിയർ അങ്ങനെ, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കും, എന്റെ ബിഹേവിയർ അങ്ങനെ ആയിരിക്കും. അതായത് നമ്മൾ എങ്ങനെയാണോ നമ്മളെ സെൽഫ് പെർസീവ് ചെയ്യുന്നത്, അത് നമ്മുടെ മോട്ടിവേഷനെയും ആറ്റിറ്റ്യൂഡിനെയും ബിഹേവിയറിനൊക്കെ സാരമായിട്ട് ബാധിക്കും. ഇറ്റ് ഓൾസോ എഫക്ട് how we feel about the person we think we are, including whether we are competent or have self-worth. അതും കൂടാതെ നമ്മളെ പറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നു, അതായത് നമ്മൾ സെൽഫ് വർത്ത് ആണോ, ഞാൻ സെൽഫ് വർത്ത് ആണോ, ഐ ഫീൽ വെരി സെൽഫ് വർത്ത് മൈ സെൽഫ് ബിക്കോസ് എനിക്ക് ഒത്തിരി സെൽഫ് വർത്ത്, എസ്പെഷ്യലി ഐ എം എ സൈക്കോളജിസ്റ്റ്. എനിക്ക് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റി, ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റി, എനിക്ക് സെൽഫ് വർത്ത്, ഐ എം വെരി എന്താ പറയുക കമ്പീറ്റന്റ്, സെൽഫ് വർത്ത്. അപ്പൊ ഇതൊക്കെ എന്റെ സെൽഫ് പെർസെപ്ഷൻ. But self-concept tend to be more malleable when we are younger and still going through self-discovery and identity formation. Self-concept കടിച്ച് പരത്താൻ പറ്റും, മാലിയബിൾ ആണ്. യങ് ഏജില് അതുപോലെ തന്നെ നമ്മളെ തന്നെ ഡിസ്കവറി ചെയ്യുന്ന സമയത്ത്, ഐഡന്റിറ്റി ഫോം ചെയ്യുന്ന സമയത്തൊക്കെ സെൽഫ് കോൺസെപ്റ്റ് കുറച്ചുകൂടി നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് നമ്മളെ പറ്റി കുറെ കാര്യം കഴിഞ്ഞ സെൽഫ് കോൺസെപ്റ്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. As we age and learn who we are and what's important to us, these perceptions become much more detailed and organized. പ്രായമാവുന്നതിനനുസരിച്ച് ഈ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് മാറും. ഒരു 5 കൊല്ലം മുന്നേ സൈക്കോളജിയിൽ നിങ്ങൾ പണ്ടുള്ളവരാണ് ഇതൊക്കെ മനസ്സിലാവും. ഇപ്പൊ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയി ഇന്റേൺഷിപ്പും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടി അതായത് ഫോം ചെയ്യുന്നത് ശരിക്കും മാലിയബിൾ ആയിട്ട് അടിച്ചു പരത്തി ഒരു മിനുക്കി എടുക്കുന്നത് യങ് ഏജിലും നമ്മളെ തന്നെ തിരിച്ചറിയുന്ന സമയത്താണ്. അത് ഡീറ്റെയിൽഡ് ആൻഡ് ഓർഗനൈസ്ഡ് ആവുന്നത് കുറച്ച് പ്രായം കഴിയുന്നതിന് അനുസരിച്ച്. As its most basic, self-concept is a collection of beliefs one hold about oneself and the responses of others. അതായത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ തന്നെ പറ്റി ഹോൾഡ് ചെയ്യുന്ന ബിലീഫ്സ് ആൻഡ് മറ്റുള്ളവരുടെ റെസ്പോൺസ്, ഇത് രണ്ടും കൂടി നമ്മളെ തന്നെ ഹോൾഡ് ചെയ്ത വിശ്വാസം, മറ്റുള്ളവർ നമ്മളെ പറ്റി വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് എംബോഡീസ് ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൂ ആം ഐ, അഫ എന്ന ഞാൻ ആരാണ്. If you want to find your self concept, list things that describe you as an individual. What is your tribe? What do you like? How do you feel about yourself? കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് കോൺസെപ്റ്റ് കണ്ടു ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞേ, അഫ എന്ന ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോളജി പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, സൈക്കോളജി ടീച്ചിങ് ഇഷ്ടമുള്ള ഒരാളാണ്, എന്താ പറയാ കുറച്ച് അസേർട്ടീവ് ആണ്, ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ആളാണ്, എന്റെ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എന്താ പറയാ ബുക്ക് സ്മാർട്ട്, അതായത് അനലിറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളാണ്, ക്രിയേറ്റിവിറ്റി കുറച്ചാണ് എനിക്കുള്ളത്, ഞാൻ അത്ര വലിയ ക്രിയേറ്റീവ് ഒന്നും അല്ല. അങ്ങനെ നമ്മളെ പറ്റി തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ധാരണ. ഓക്കെ ആണോ? ജീവിതത്തിൽ സൈക്കോളജി തന്നിട്ടുള്ള ആ ഒരു യങ് ഏജിലായിരുന്നു സൈക്കോളജിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു 23 എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും സെൽഫ് കോൺസെപ്റ്റ് ഒത്തിരി മാറി. അതുപോലെ തന്നെ
സെൽഫ് വർത്തും അതുപോലെ കുറെ കാര്യങ്ങൾ സൈക്കോളജിയിൽ പഠിക്കാനും പറ്റിയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണെന്ന് പറഞ്ഞേ. സെൽഫ് കോൺസെപ്റ്റ് എന്താണ്? ഓക്കെ. ഇനി പേഴ്സണാലിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഓരോ തിയറിസ്റ്റുകളും പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോട്ടോ. ആൽപോർട്ടിനെ പറ്റിയിട്ടും റോജറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെൽഫ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ സ്കിന്നറിന്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ ഗോർഡൻ ആൽപോർട്ടിനെ പറ്റിയിട്ടുള്ളത്. അദ്ദേഹം നമ്മുടെ ട്രയറ്റുകളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതായത് കാർഡിനൽ ട്രയറ്റ്, സെൻട്രൽ ട്രയറ്റ്, സെക്കൻഡറി ട്രയറ്റ്. നമ്മുടെ ഏറ്റവും ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ട്രയറ്റിനെയാണ് അദ്ദേഹം കാർഡിനൽ ട്രയറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ള ട്രയറ്റ് ടീച്ചിങ് ആണ്. സൈക്കോളജി പാഷൻ അല്ലെങ്കിൽ സൈക്കോളജി ടീച്ചിങ്, ഇതാണ് എന്റെ കാർഡിനൽ ഏറ്റവും ഡൊമിനന്റ് ആയിട്ടുള്ളത്. സെൻട്രൽ എന്ന് പറയുന്നത് എന്നെ ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു 5-10 ട്രൈറ്റ്സ്. അത് ഞാൻ പറഞ്ഞില്ലേ, അസർട്ടീവ് ആണ്, ഇമോഷണൽ ഇന്റലിജൻസ് ആണ്, അനലിറ്റിക്കൽ ഇന്റലിജൻസ് ആണ്, അതുപോലെ തന്നെ സൈക്കോളജി പാഷനേറ്റ് ആണ്, പിന്നെ വളരെ കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുള്ളൂ. അത് എന്റെ സെൻട്രൽ. അതായത് ഒരു 5-10 എന്നെ അഫ എന്നെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഒരു 5-10 ട്രൈറ്റ്സ്. ഇനി സെക്കൻഡറി, എന്നെ വളരെ ക്രോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം, ഞാൻ വല്ലപ്പോഴും മാത്രം കാണിക്കുന്ന ട്രൈറ്റിനെയാണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയാം. അപ്പൊ ഞാൻ അത്യാവശ്യം മൈലാഞ്ചി ഇടും, എനിക്ക് ഇഷ്ടമാണ് മൈലാഞ്ചി ഇടാനും, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ എന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു ട്രൈറ്റ് ആണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സണാലിറ്റി തിയറി ടു അഡോപ്റ്റ് ട്രൈറ്റ് അപ്രോച്ച് നമ്മുടെ ഗോർഡൻ ആൽപോർട്ട് ആണ്. അക്കോർഡിംഗ് ടു ഹിം an individual develop a unique set of organized traits at 3 level of generality. 3 ലെവലിലാണ് നമ്മുടെ ട്രൈറ്റ്സ് ഉണ്ടാവാന്നാണ് ആൽപോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കാർഡിനൽ ട്രൈറ്റ്. അത് ഡോമിനന്റ് ആൻഡ് നിയർലി ഓൾ ഓഫ് ഇൻഡിവിജ്വൽസ് ആക്ഷൻ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു. അതായത് ആ ഒരു ട്രൈറ്റ് വെച്ച് അയാളുടെ എല്ലാ സ്വഭാവവും നമുക്ക് വിളിച്ചെടുക്കാൻ പറ്റും. ദേഷ്യക്കാരൻ, നമ്മൾ ഒരു പേര് പറയുമ്പോഴേക്കും നമ്മൾ അയാളെ പറ്റി പറയില്ലേ, പാവം, വെറും സങ്കടം, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ്, അല്ലെ? ആ ആളെ മൊത്തത്തിൽ നമ്മൾ വിലയിരുത്താൻ വേണ്ടി ഒരു ട്രൈറ്റ് പറയും. അതായത് മൊത്തം അയാളുടെ സ്വഭാവത്തെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ട്രൈറ്റ് ആണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രൽ ട്രൈറ്റോ, characterizing an individual's behavior to some extent but not in a complete way as cardinal. കാർഡിനൽ പോലെയല്ല, അല്ലാതെ ക്യാരക്ടറൈസ് ചെയ്യും. ഭയങ്കര ദേഷ്യവും ഭാവമൊക്കെയാണ്. ഇങ്ങനെ ഒരാളെ വിവരിക്കാനുള്ള ഒരു 5-10 ട്രൈറ്റ്സ്, അതിനെയാണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ട്രൈറ്റ് ഉണ്ട്. ട്രൈറ്റ് ദാറ്റ് ഇൻഫ്ലുവൻസ് only within a narrow range of situation. വല്ലപ്പോഴും മാത്രം എടുക്കുന്ന രീതിയിലുള്ള സ്ട്രൈറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെക്കൻഡറി ട്രൈറ്റ് എന്ന്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആൽപോർട്ടിന്റെ പ്രകാരം ട്രൈറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ്, റിമെയിൻ ഇൻവിസിബിൾ. ട്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ സവിശേഷതയാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്. ഇനി ട്രൈറ്റ്സ് ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ട്രൈറ്റ്സ്. സോഴ്സ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, നമ്മൾ ഓരോ വ്യക്തികളാക്കുന്നത്, ഇൻഡിവിജ്വൽ ആക്കുന്നത് നമ്മുടെ ട്രൈറ്റ് കാരണമാണ്. ലൊക്കേറ്റഡ് സംവെയർ ഇൻ ദ നെർവസ് സിസ്റ്റം എന്നാണ് ആര് പറഞ്ഞു നിൽക്കുന്നത്, ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ആൽപോർട്ട് ട്രൈറ്റിനെ 3ആയിട്ട് തരംതിരിച്ചു, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. കേട്ടോ, ആൽപോർട്ടിന്റെ പ്രകാരം ട്രൈറ്റ്സ് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവിസിബിൾ ആണ്. പേഴ്സണാലിറ്റിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ സോഴ്സ് ആണ്, സംവെയർ ഇൻ ദ നെർവസ് സിസ്റ്റത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ട്രൈറ്റിനെ 3ആയിട്ട് തരംതിരിച്ചു, കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. സൈക്കോ അനാലിറ്റിക്കിനെയും ബിഹേവിയറിസ്റ്റിനെയും റിജക്ട് ചെയ്തിട്ടുണ്ട് ആൽപോർട്ട്. എംഫസൈസ് ചെയ്തത് യൂണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ തമ്പ് പോലെ, എന്താണ്, ഫിംഗർ പ്രിന്റ് പോലെയാണ്. അത് ഒരാളെ പോലെ വേറൊരാളില്ല, വേറൊരു പേഴ്സണാലിറ്റി ഇല്ല എന്നാണ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രസന്റ് കോണ്ടെക്സ്റ്റ് ആണ് ആൽപോർട്ട് കൊടുത്തത്. യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സും കോമൺ. ഒരാൾക്ക് മാത്രമുള്ളതാണ് യുണീക്ക്, എല്ലാവർക്കും ഉള്ളത് കോമൺ. ഇയാൾക്ക് മാത്രം അത് കുറച്ച് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാസ് വൺ ഓഫ് ദി ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ടു ഫോക്കസ് ഓൺ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. ഗോർഡൻ ആൽപോർട്ട് ആണ് ആദ്യമായിട്ട് പേഴ്സണാലിറ്റിയിൽ ഫോക്കസ് ചെയ്ത ആള്. Identified thousands of personality traits, went through the English dictionary, recorded a list of 17,905 30
വേർഡ്സ് ടു ഡിസ്ക്രൈബ് പേഴ്സണൽ ട്രൈറ്റ്. കേട്ടോ, 17,953 വേർഡ്സ് നോക്കി തപ്പി പിടിച്ചിട്ടാണ് 1000-ഓളം പേഴ്സണാലിറ്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൽപോർട്ട് ആരാന്ന് മനസ്സിലായോ? പറഞ്ഞേ, ആൽപോർട്ടിന്റെ കാര്യങ്ങള്, ട്രൈറ്റ്സും ആൽപോർട്ടിന്റെ ഒരു ഏകദേശം ഒരു എന്താ പറയാ ഫ്ലോ ചാർട്ടും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് പറ. ഓക്കെ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തത് പറയാൻ പോകുന്നത് കാൾ റോജേഴ്സിനെ പറ്റിയിട്ടാണ്. കാൾ റോജേഴ്സ് ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രകാരം ആ സൈക്കോളജിയിൽ ഹ്യൂമനിസത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തെറാപ്പി ഒക്കെ കൊണ്ടുവന്ന ആളാണ്. പേഴ്സൺ സെന്റേർഡ് തെറാപ്പി, അല്ലെങ്കിൽ റോജേറിയൻ തെറാപ്പി, ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്നൊക്കെ പറയും. ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് 3 കാര്യങ്ങൾ വെച്ചാണ്. ഐഡിയൽ സെൽഫ്, അതായത് സമൂഹത്തിന് വേണ്ടി നമ്മളെ മാറ്റൂലേ? അച്ഛന് വേണ്ടിയുള്ള ഞാൻ, ഹസ്ബൻഡിന് വേണ്ടിയുള്ള ഞാൻ, ഉമ്മയ്ക്ക് വേണ്ടിയുള്ള ഞാൻ, സഹോദരന് വേണ്ടിയുള്ള ഞാൻ, അല്ലേ? ചിലപ്പോ എനിക്ക് രാത്രി 10 മണിക്കൊക്കെ പുറത്തോ ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്ത് നടക്കണമെന്നുണ്ടാവും. പക്ഷെ അതിന് അച്ഛന് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല. സോ നമ്മളൊരു ഐഡിയൽ സെൽഫ്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഐഡിയൽ സെൽഫ്. ഓക്കെ, നോക്കാം. Humanistic psychologist Carl Roger believed that self-concept is made up of 3 different parts. Humanistic psychologist ആയിട്ടുള്ള കാൾ റോജർ ബിലീവ് ചെയ്തിരിക്കുന്നത് എന്താണ്? സെൽഫ് കോൺസെപ്റ്റ് 3 ഡിസ്റ്റിങ് പാർട്സ് കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ട് ഇരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഐഡിയൽ സെൽഫ്. The ideal self is the person you want to be. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത്. This person has attributes or qualities you are either working toward or want to process. നിങ്ങൾ ആവാൻ, അത് വർക്ക് ചെയ്യണം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. It is who you imagine yourself to be if you were the exactly as you wanted. നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംഭവമാണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. ആർക്കോ വേണ്ടി പ്രോസസ് ചെയ്ത് ആവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഐഡിയൽ സെൽഫ്. അപ്പൊ സെൽഫ് ഇമേജോ? സെൽഫ് ഇമേജ് refers to how you see yourself at this moment of time. Attributes like physical characteristics, personality trait and social roles all plays a role in self-image. നിങ്ങൾ എന്താണ്, അതാണ് സെൽഫ് ഇമേജ്. സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു 10-70 കിലോ ഒരു തൂക്കമൊക്കെയുള്ള എന്താ പറയാ കുറച്ച് ഓവർ വെയിറ്റ് ഇരിക്കുന്ന ഞാൻ പറഞ്ഞ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു മദർ, ഒരു വൈഫ്, ഡോട്ടർ ഇൻ ലോ ഒക്കെ സൈക്കോളജിസ്റ്റ്, ഓൺട്രപ്രണർ ഒക്കെ ആയിരിക്കുന്ന ഇപ്പൊ എന്റെ സെൽഫ് ഇമേജ്. ഇനി സെൽഫ് എസ്റ്റീമോ? ഹൗ മച്ച് യു ലൈക്ക്, അക്സെപ്റ്റ് ആൻഡ് വാല്യൂ യുവർ സെൽഫ് ഓൾ കോൺട്രിബ്യൂട്ട് യുവർ സെൽഫ് കോൺസെപ്റ്റ്. അതായത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, വാല്യൂ ചെയ്യുന്നുണ്ടോ, അതാണ് സെൽഫ് എസ്റ്റീം. നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന, അതായത് നിങ്ങളുടെ സെൽഫ് ഇമേജ് നിങ്ങൾക്ക് തൃപ്തരമാണോ, ആ തൃപ്തികരത്തിനെയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം ക്യാൻ ബി എഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഹൗ അതേഴ്സ് സീ യു, how you think you compare to others and your role in society. കണ്ടോ, സെൽഫ് എസ്റ്റീം എങ്ങനെയൊക്കെയാണ്? നിങ്ങളെ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു, നിങ്ങൾക്കൊക്കെ ഞാൻ അഫാമാണ്, നമ്മളെങ്ങനെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നു, നമ്മുടെ സൊസൈറ്റിയിലുള്ള റോൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ സെൽഫ് എസ്റ്റീം തീരുമാനിക്കുക. അപ്പൊ കാൾ റോജർ എന്താ ബിലീവ് ചെയ്തത്? നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിന് 3 പാർട്ട് ഉണ്ട്. ഐഡിയൽ സെൽഫ്, വാട്ട് യു വാണ്ട്, ദ പേഴ്സൺ യു വാണ്ട് ടു ബി. സെൽഫ് ഇമേജോ? You see yourself in the moment in time. ഇപ്പൊ കാണുന്നു. സെൽഫ് എസ്റ്റീം, you like, accept and value yourself. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ, ഇനിയാണ് ഇൻകോൺഗ്രുവൻസ് ആൻഡ് കോൺഗ്രുവൻസ്. അതായത് നമ്മള് റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിന് വേണ്ടിയില്ല, നമ്മൾ ആവാൻ ശ്രമിക്കുന്ന നമ്മൾ. ഇനി റിയൽ സെൽഫ്, നമ്മൾ ശരിക്കും നമ്മൾ ആരാണ്, ഇത് തമ്മില് എന്തെങ്കിലും വ്യത്യാസം വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാണ്, നന്നായി പഠിച്ച് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ആ കുട്ടിയുടെ റിയൽ സെൽഫ് അതാണ്. അല്ല, അയാളിപ്പോ ഒരു കല്യാണം കഴിച്ചു, നല്ലൊരു മരുമകളും നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യ ആവാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ഒരു പണിയൊന്നും ചെയ്യുന്നില്ല, അതാണ് അവരാവാൻ ശ്രമിക്കുന്നത് ഐഡിയൽ സെൽഫ്. രണ്ടും ഇൻകോൺഗ്രുവന്റ് അല്ലേ?
സോ ഇത് ഒത്തിരി, അതായത് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും നമ്മൾ എത്രത്തോളം ദൂരം ഉണ്ടോ അത്രത്തോളം പ്രശ്നങ്ങൾ ഒരാൾക്ക് ഉണ്ടാവുന്നതാണ്. ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അത് ഐഡിയൽ സെൽഫാ. നേരെ പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന കോഴ്സ് ആണെങ്കിലോ അത് റിയൽ ആയിരിക്കും. അതായത് ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിൽ ഒത്തിരി അന്തരം വരുമ്പം നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് എന്ത്? ഇൻകോൺഗ്രുവൻസ്. അത് ആ സമയത്ത് ഒരു എന്താ പറയുക സിറ്റുവേഷൻ കൂടി വരികയാണെങ്കിൽ അത് നമ്മൾ ഷാറ്റേർഡ് സെൽഫിലേക്കും പിന്നീട് സൈക്കോസിസിലേക്കും എത്തിക്കുമെന്നാണ് റോജർ പറഞ്ഞിരിക്കുന്നത്. ഇൻകോൺഗ്രുവൻസ് ആൻഡ് കോൺഗ്രുവൻസ്. സെൽഫ് കോൺസെപ്റ്റ് ഇസ് നോട്ട് ഓൾവേസ് അലൈൻ വിത്ത് റിയാലിറ്റി. എപ്പോഴും റിയാലിറ്റിയുമായിട്ട് അലൈൻ ചെയ്തിരിക്കുകയല്ലോ നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ്. വെൻ ഇറ്റ് ഇസ് അലൈൻ, യുവർ സെൽഫ് കോൺസെപ്റ്റ് ഇസ് സേ ടു ബി കോൺഗ്രന്റ്. നമ്മൾ റിയാലിറ്റിയുമായിട്ട് അലൈൻ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കോൺഗ്രന്റ് ആണെന്ന്. അതായത് നമ്മൾ റിയൽ സെൽഫ് ഐഡിയൽ സെൽഫ് മാച്ച് ആണെങ്കിൽ നമുക്ക് പറയാം, അതായത് ഞാൻ ആരാണോ അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ പറയാം കോൺഗ്രന്റ് ആണെന്ന്. ഇഫ് ദർ ഇസ് എ മിസ്മാച്ച് ബിറ്റ്വീൻ ഹൗ യു സീ യുവർ സെൽഫ് ഇമേജ് ആൻഡ് ഹൗ യു വിഷ് you were ideal self, your self concept is incongruent. കണ്ടോ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല പഠിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സെൽഫ് ഇമേജ്, പക്ഷെ ഇപ്പൊ എന്താ, ഒരു മരുമകളും നല്ല ഭാര്യ ആവാൻ വേണ്ടി നോക്കും. ഐഡിയൽ. This incongruence can negatively affect self-esteem. ഈ ഇൻകോൺഗ്രൻസ് സെൽഫ് എസ്റ്റീമിനെ നന്നായിട്ട് ബാധിക്കും. ഞാനൊന്നും കൊള്ളൂല. അപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വിചാരിച്ച ഒരാള് സാനിറ്ററി നാപ്കിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിന്റെ മുന്നിൽ കൈ നീട്ടുമ്പം ഇരക്കുന്ന പോലെയൊക്കെ തോന്നാം, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. റോജേഴ്സ് ബിലീവ് ദാറ്റ് ഇൻകോൺഗ്രൻസ് ഹാസ് ഇറ്റ്സ് ഏർലിയസ്റ്റ് റൂട്ട് ഇൻ ചൈൽഡ്ഹുഡ് മുതൽ റൂട്ട് ഉണ്ടെന്നാണ് റോജർ ബിലീവ് ചെയ്യുന്നത്. When parents place condition on their affection for the children, only expressing love if children earn it through certain behavior and living up to the parents' expectations. ചെറുപ്പത്തില് പാരന്റ്സ് പറയും, ഓടി കളിച്ചില്ലെങ്കിൽ മിണ്ടൂലേ, അല്ലെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചാൽ നീ എന്റെ മോനാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഇതാക്കി, ഇങ്ങനെ കണ്ടീഷൻസ് വെക്കുമ്പോൾ അവിടെ മുതൽ ഈ ഒരു എന്ത് വരുന്നുണ്ട്, എന്താ പറയാ, അത് കുട്ടികളിൽ ഉടലെടുക്കുന്നുണ്ട് എന്നാണ് റോജർ പറഞ്ഞത്. ചിൽഡ്രൻ ബിഗിൻ ടു ഡിസ്റ്റോർട്ട് ദ മെമ്മറീസ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ലീവ് ദം ഫീലിംഗ് അൺവർത്തി ഓഫ് ദിയർ പാരന്റ്സ് ലവ്. അതായത് പാരന്റ്സിന്റെ ലവ് ഒക്കെ അല്ലെ, നമുക്ക് പുറത്തു പോയി പഠിക്കണം എന്ന് അങ്ങനെ പല 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 ആഗ്രഹങ്ങൾ ഉണ്ടാക്കി, പക്ഷെ പാരന്റ്സ് നമ്മളെ വിട്ടു പോകുന്നുള്ള പേടിക്ക് പലതും ഇഷ്ടമില്ലാത്ത കല്യാണത്തിനൊക്കെ പെൺകുട്ടികൾ നിന്നു കൊടുക്കുന്നതാണ് പാരന്റ്സിന്റെ സമ്മതത്തിന് വേണ്ടിയിട്ട്, ഈ പാരന്റ്സ് ആഗ്രഹിക്കുന്നതുകൊണ്ട് അല്ലേ. അപ്പൊ ചെറുപ്പം മുതൽ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ്. അൺകണ്ടീഷണൽ, ഒരു ഉപാധികളും ഇല്ലാത്ത സ്നേഹം. ഓൺ ദ അതർ ഹാൻഡ് ഹെൽപ്പ് ഫോസ്റ്റർ കോൺഫിഡൻസ്. ഒരു ഉപാധികളും ഇല്ലാതെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് അവിടെ കോൺഫിഡൻസ് വരുന്നത്. ചിൽഡ്രൻ ഹു എക്സ്പീരിയൻസ് സച്ച് ലവ് ഓൾസോ റെഫർ ടു ആസ് എ ഫാമിലി ലവ് ഫീൽ no need to continually distort their memories in order to believe that other people will love and accept them as they are. ഇവിടെ ഈ കോൺഗ്രൻസ് ആയിട്ടുള്ള ചിൽഡ്രൻസ് എക്സ്പീരിയൻസ് ലവ്, അതായത് ഒരു ഫാമിലി ലവ്, അവർക്ക് ഒരു ഡിസ്കംഫേർട്ട് ഡിസ്റ്റോർട്ട് ഒന്നും വേണ്ടിയല്ല മെമ്മറി. കാരണം അവരാരാണോ അതിനെയാണ് അവിടെ. ഇപ്പൊ പഠിക്കാനൊക്കെ കഴിയില്ല, പോട്ടടാ നീ നിന്റെ പറ്റുന്നിടത്തോളം പഠിക്കും, ഒരു ആവറേജ് അല്ലേ, നിനക്ക് അത്രേ പറ്റത്തുള്ളൂ, നീ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കും, ഇനി പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ, നമുക്ക് എഴുതിയെടുക്കാലോ. ഇതാണ് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നെങ്കിൽ അത് ആ കുട്ടിയിൽ എന്താക്കും, ആ കുട്ടിയെ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ എനിക്ക് വലിയ കഴിവില്ല, ഇത്രയേ ഉള്ളൂ, എന്റെ പാരന്റ്സിന് കുഴപ്പമില്ല. കോൺഫിഡൻസ്. ഓക്കെ ആണോ? കോൺഗ്രൻസ് എന്താണ്, ഇൻകോൺഗ്രൻസ് എന്താണെന്നുള്ളത് പറഞ്ഞേ. വെരി ഗുഡ്. ഇനി ഹൗ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ്, എങ്ങനെയാണ് സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ഇൻ പാർട്ട് ത്രൂ അവർ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുടെ ഇന്ററാക്ഷൻ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ പറയില്ലേ, ഇപ്പൊ ഒരു കുട്ടീനോട് ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടീനോട് അവൻ 10ൽ 4 5 വാങ്ങി കഴിഞ്ഞാൽ അവൻ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കാണ്. നീ നിന്റെ പറ്റുന്നതിന്റെ മാക്സിമം നീ മേടിച്ചിട്ടില്ലേ, നിനക്ക് അറിയാലോ നിനക്ക് ആവറേജ് അല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ, അതൊന്നും കുഴപ്പമില്ല. ഇതാണ് നടക്കുന്നെങ്കിലോ, ഒട്ടാ മട എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, 5 ആകെ വാങ്ങിയെന്ന് പറയുന്നെങ്കിൽ ആ രീതിക്കുള്ള സെൽഫ് കോൺസെപ്റ്റ് ആണ് ഡെവലപ്പ്. In addition to family members and close friends, other people in our lives can contribute to our self-identity. Familiesനും ക്ലോസ് ഫ്രണ്ട്സും ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് സെൽഫ് കോൺസെപ്റ്റ് ഒടച്ച് കളയുന്ന ടീച്ചേഴ്സ്. നീ ഒന്നും എവിടെ എത്തൂലടാന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. One study found that the more a teacher believes in a high-performing student's ability, the higher the student's self-concept. Teacher believe in performance. സെൽഫ് കോൺസെപ്റ്റ് അത്രയും വളരെ നല്ലതാണ്. ഇൻട്രസ്റ്റിംഗ്ലി നോ സച്ച് അസോസിയേഷൻ വാസ് ഫൗണ്ട് വിത്ത് ലോവർ പെർഫോമിംഗ് സ്റ്റുഡൻസ്. ലോവർ പെർഫോമിംഗ് സ്റ്റുഡൻസിനെ പറ്റിയിട്ട്
എന്താണ് ഹയർ പെർഫോമൻസിലാട്ടോ. ലോവർ പെർഫോമൻസിന്റെ കേസിൽ ഇതിനൊരു വ്യത്യാസമുണ്ട്. അതായത് നല്ല പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികളിൽ ടീച്ചേഴ്സിന് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ സെൽഫ് കോൺസെപ്റ്റ് കൂടി. പക്ഷെ ലോവർ പെർഫോമൻസ് സ്റ്റുഡൻസിന് വലിയ വ്യത്യാസമൊന്നും ഇല്ല. പറഞ്ഞു വന്നതാണ് സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ളവര് നമുക്ക് ഉണ്ടാക്കി തരും. സെൽഫ് കോൺസെപ്റ്റ് can be also be developed through the stories we hear. As an example, one study found that female readers who were deeply transported into a story about a leading character with a traditional gender role and a more feminist self-concept than those who were moved by the story. കണ്ടോ, ഒരു ഡീപ്ലി ട്രാൻസ്പോർട്ടഡ് സ്റ്റോറി, അതായത് ജെൻഡർ റോൾ ഉണ്ടായിട്ടും ഫെമിനിസ്റ്റ് ഒക്കെ ആയിട്ടും അങ്ങനെ എന്താ പറയാ മുന്നോട്ടേക്ക് വന്ന ഒരു കഥ ഡീപ്ലി ട്രാൻസ്പോർട്ട് ചെയ്തവരൊക്കെ അവർ ഇൻസ്പയർ ആയി എന്നാണ് പറയുന്നത്. അതായത് സ്റ്റോറീസ് അല്ലെ. ഇപ്പൊ ചിലവരൊക്കെ വന്ന് പറയാനുണ്ട്, പ്രസവിച്ചിട്ട് മാമ് PG ഒക്കെ ചെയ്ത് ഇവിടെ വരെ എത്തി, നമ്മളെ കൊണ്ട് പറ്റും. കഥകൾ കേൾക്കുന്ന കഥകള് ഇൻസ്പയർ, അതിലൂടെയും നമുക്ക് സെൽഫ് കോൺസെപ്റ്റ്. ഓൾസോ ദ മീഡിയ പ്ലേസ് എ റോൾ ഇൻ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ആസ് വെൽ. അല്ലെ, വെളുത്തിട്ട് പാറ അങ്ങനെയൊക്കെ പറയുമ്പോ കുറച്ച് ഡൾ കളറിലൊക്കെ ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറമുള്ളവർക്ക് അല്ലെ. മീഡിയ നല്ല രീതിയിൽ ഫെയർ ആൻഡ് ലവ്ലി, ഇപ്പൊ അത് ഗ്ലോ ആൻഡ് ലവ്ലി ആക്കി, പണ്ട് ഫെയർ ആൻഡ് ലവ്ലി ആയിരുന്നു. Media plays a role in self-concept development as well, both mass media and social media. When this media promotes certain ideals, melirikya, veluttirikya, we are more likely to make those ideals our own. And the more often these ideals are presented, the more they affect the identity and self-perception. Power the self-identity, self-perception ഒക്കെ മാറും. അപ്പം ഈ മീഡിയയിലൂടെ മെലിഞ്ഞിരിക്കുന്നതാണ് ഭംഗി എന്നിങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഐഡിയൽ സെൽഫ് മെലിഞ്ഞിരിക്കുക. സോ അവർ ഒത്തിരി വണ്ണം വെക്കുമ്പോഴേക്കും അവർക്ക് പ്രശ്നങ്ങൾ വരാൻ വേണ്ടി തുടങ്ങും. അപ്പൊ സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒന്ന് ചെറുപ്പകാലത്ത് നമുക്ക് മറ്റുള്ളവരുടെ ഇന്ററാക്ഷന്, കഥകളിലൂടെ, പിന്നെ മാസ് മീഡിയയും സോഷ്യൽ മീഡിയയും രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒരു മിനിറ്റ്. ഇനി എബ്രഹാം മാസ്ലോ അല്ലെ, നമ്മുടെ മോട്ടിവേഷന്റെ തിയറീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹയറാർക്കൽ തിയറി, പേഴ്സണാലിറ്റി തിയറി ഏതെടുത്താലും വളരെ അധികം പ്രൊമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തിയറിയാണ് എബ്രഹാം മാസ്ലോയുടെ തിയറി. അദ്ദേഹം പറഞ്ഞത് ഹയറാർക്കൽ ആയിട്ടാണ് നമ്മുടെ നീഡ്സ് കിടപ്പുള്ളത്. 5 ഹയറാർക്കൽ നീഡ്സ് ഉണ്ട്, ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് പോകും എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് 3 ഫിസിയോളജിക്കൽ നീഡും 2 ഗ്രോത്ത് നീഡും ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് സെമ്മ് മുതൽ അല്ലേ. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡാണ് എന്ത്? ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, സെക്സ്, ബ്രീത്തിങ്. രണ്ടാമത്തെ സേഫ്റ്റി നീഡാണ് സെക്യൂരിറ്റി ഓഫ് റിസോഴ്സസ്, എംപ്ലോയ്മെന്റ്, ഫാമിലി, അതൊക്കെയാണ്. അതായത് സെക്യൂരിറ്റി ഉണ്ടാവും, വീടും കൂടും ഉണ്ടാവാം. മൂന്നാമത് ലവ് ആൻഡ് ബിലോങ്ങിങ് നീഡ്സ് ആണ്, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഇന്റിമസി, അഫെക്ഷൻ. നാലാമത്തത് സെൽഫ് എസ്റ്റീം ആണ്, ഇൻഡിപെൻഡൻസ്, സെൽഫ് റെസ്പെക്ട്, കോൺഫിഡൻസ്, അച്ചീവ്മെന്റ്. അഞ്ചാമത്തെ സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് മൊറാലിറ്റി, പ്രോബ്ലം സോൾവിങ്, ആക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് നമ്മളിലെ നമ്മളായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. മാസ്ലോ പറഞ്ഞിട്ടുണ്ട് ഈ 5ഉം ഒരു ഹയറാർക്കിലാണ്. അത് ഒന്ന് നമ്മൾ ഫുൾഫിൽ ചെയ്താലേ അടുത്തതിലേക്ക് പോവുള്ളൂ എന്നുള്ള രീതിയിലാണ്. സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ജീവിക്കുന്നവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഐ മീൻ അവർ ഹെൽത്തി പേഴ്സണാലിറ്റി ആവും എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. As a leader of humanistic psychology, Abraham Maslow approached the study of personality by focusing on subjective experience, free will, and innate drive toward self-actualization. Free will, subject experience, drive toward self-actualization. അതായത് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ട് എന്താ പറയാ മോട്ടിവേറ്റഡ് ആവുന്നോ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അത് നമ്മളിലെ നമ്മളായിട്ട് ജീവിച്ചാൽ മതി. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഫ്രീ വില്ലാണ്, നമുക്ക് ചൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതനുസരിച്ച് ജീവിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. Maslow's humanistic theory of personality states that people achieve their full potential by moving from basic need to self-actualization. നമ്മളെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളിൽ നമ്മളാവുന്നത് നമ്മൾ ഈ ഫിസിയോളജിക്കൽ നീഡിൽ നിന്ന്
സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തുമ്പോഴാണെന്നാണ്. ഫുള്ളസ്റ്റ് ഓഫ് ദി പൊട്ടൻഷ്യലായി നമുക്ക് നമ്മളായിട്ട് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സ്കിന്നേഴ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ്. ഞാൻ സ്കിന്നറുടെ തിയറി മാത്രമാണ് ഇന്ന് പറയുന്നത്. സ്കെഡ്യൂളും റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും വരും. അത് ഞാൻ നാളെ വിശദമായിട്ട് പറഞ്ഞുതരാം. നാളത്തെ ലൈവ് മിസ് ചെയ്യരുത് കേട്ടോ. കാരണം പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോയിന്റ്സ് ആണ്. വളരെ നല്ല എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നാളെ പറഞ്ഞുതരാം. ഇന്ന് തിയറി ജസ്റ്റ് പറയാം. സ്കിന്നേഴ്സ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. സ്കിന്നർ പറഞ്ഞത് കോൺസിക്വൻസസ് വഴിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണോ പണിഷ്മെന്റും റീഇൻഫോഴ്സ്മെന്റും കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. സ്കിന്നർ ഡെവലപ്ഡ് തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷൻ. The idea that behavior is determined by its consequences. അതായത് പോസിറ്റീവ് കോൺസിക്വൻസസ് ആണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യും, നെഗറ്റീവ് കോൺസിക്വൻസസ് ആണെങ്കിൽ വീക്കൻ ചെയ്യും by the reinforcements or punishment, which make it more or less likely that the behavior will occur again. occur ചെയ്യോ ഇല്ലയോ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസ്, അതായത് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അത് നടന്നുകൊണ്ടിരിക്കും. ഒരു കുട്ടി പോടാതെ വിളിക്കണം, അമ്മ ചിരിക്കാണ്, പോസിറ്റീവ് ആണ് കോൺസിക്വൻസ്. കുഞ്ഞ് വീണ്ടും വീണ്ടും പോടാതെ വിളിക്കും. ഒരു കുഞ്ഞ് പോടാതെ വിളിക്കണം, അമ്മ മൈൻഡ് ചെയ്യുന്നില്ല, ഇറ്റ്സ് ലൈക്ക് എ പണിഷ്മെന്റ്. അമ്മ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ കുഞ്ഞ് വിളിക്കില്ല, അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കാണ്. He said that personality is influenced by consequence of the behavior. ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് അനുസരിച്ചാണ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്ത്. അവിടെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്താണ് പറയുന്നത്? His philosophy as radical behaviorism and suggested that the concept of free will and simply an illusion. B.F. Skinner was an American psychologist best known ഫോർ ബിഹേവിയറിസം. അദ്ദേഹം ബിഹേവിയറിസത്തിന്റെ ഒരു എന്താ പറയാ ഭയങ്കര വലിയൊരു കോൺട്രിബ്യൂട്ടർ ആണ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ബി എഫ് സ്കിന്നർ. അദ്ദേഹം പറഞ്ഞത് ഫ്രീ വില്ലൊക്കെ ജസ്റ്റ് ഒരു മിത്താണ്, അല്ലെങ്കിൽ എന്താണ് ഇല്യൂഷൻ ആണ്, അങ്ങനത്തെ സംഭവമേ ഇല്ല. ഫ്രീ വില്ല നമുക്ക് ചൂസ് ചെയ്യുന്നില്ല, നമ്മൾ കോൺസിക്വൻസസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്കിന്നർ റെഫർ ടു ഓൾ ഹ്യൂമൻ ആക്ഷൻ he instead believed was the direct result of conditioning. എല്ലാ ആക്ഷനും ഈ റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ്, അതായത് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും, പണിഷ്മെന്റ് ആണെങ്കിൽ നമ്മൾ അത് ആവർത്തിക്കില്ല. Operant conditioning, sometimes referred to as instrumental conditioning, is a method of learning that employs reward and punishment for behavior. കണ്ടോ, റിവാർഡും പണിഷ്മെന്റും ഒക്കെ വെച്ചിട്ട് ബിഹേവിയർ മോഡിഫൈ ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. Through operant conditioning, an association is made between a behavior and a consequences. Behavior consequences. നല്ലത് ചെയ്താൽ റീഇൻഫോഴ്സ്മെന്റ്, ചീത്ത ചെയ്താൽ പണിഷ്മെന്റ്, ഈ കണക്ഷൻ ഉണ്ടാക്കി വെക്കും. സോ ഈ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത് തുടർന്നുകൊണ്ടിരിക്കും, പണിഷ്മെന്റ് കിട്ടുന്നത് നിർത്തിക്കൊണ്ടിരിക്കും. അതാണ് through operant conditioning an association is made between a behavior and a consequences. Behavior and consequences തമ്മിൽ എന്താണ്? അസോസിയേഷൻ ആണ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഫോർ ദാറ്റ് ബിഹേവിയർ. അതായത് ഏതൊരു മനുഷ്യന്റെ ബിഹേവിയർ നമുക്ക് കണ്ടീഷൻ ചെയ്യാം, അത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാം. എങ്ങനെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലൂടെ, പണിഷ്മെന്റിലൂടെയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പൊ ഒത്തിരി പേര് ഇനിയും ജോയിൻ ആവാനുണ്ട്. ഇന്നിപ്പോ ഇത്രയും മതി. നാളെ ഇപ്പൊ വാലുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, ഒരു 4 മണിക്കോ 5 മണിക്കോ ഒക്കെ ആയിരിക്കും. നാളെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ പറ്റുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ നാളെ തീർക്കുന്ന രീതിയിൽ എടുത്തുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് ചാപ്റ്റർ മുതലുള്ളത് റെഗുലർ ക്ലാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നാളത്തെ ലൈവില് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കുക. ഞാൻ നിങ്ങൾക്കുള്ള ലിങ്ക് ഒക്കെ ഇട്ടുതരാം. ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ചാപ്റ്റർ നല്ലോണം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. മനസ്സിലായോ? പറഞ്ഞേ. അപ്പൊ ബാക്കി നാളെ എടുക്കുന്നതാണ്. നാളെ ഈ ചാപ്റ്റർ തീർത്തരാം. അതിനുശേഷം ആപ്പിൽ അപ്ലോഡ് ആക്കും. ആപ്പിൽ എന്തായാലും എല്ലാം അപ്ലോഡ് ആക്കും കേട്ടോ. അപ്പോ ഇന്നത്തെ സെഷൻ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ വീണ്ടും നമ്മുടെ
പേഴ്സണാലിറ്റിയുടെ ഫ്രീ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. റെഗുലർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡു കോൺടാക്ട് മീ. So it's me, Abdul Nafi, signing off. Bye bye and take care. See you soon tomorrow. Bye bye.